വോട്ട് രാഷ്ട്രീയത്തിലൂന്നിയ പ്രീണന കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം മതേതര സമൂഹത്തിന് ഭീഷണിയാണെന്ന് എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ പ്രൊഫസർ ഹമീദ് ചേതമംഗല്ലൂർ പറഞ്ഞു. കേരളത്തിന്റെ മതേതര അവബോധം എന്ന വിഷയത്തിൽ പ്രതിഭാ ഗ്രന്ഥാലയത്തിൽ റിപ്പബ്ലിക് ദിന സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും വോട്ടു രാഷ്ട്രീയത്തിലൂന്നിയ പ്രീണന കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം മതേതര സമൂഹത്തിന് ഭീഷണിയാണെന്ന് എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ പ്രൊഫസർ ഹമീദ് ചേതമംഗല്ലൂർ പറഞ്ഞു. കേരളത്തിൻ്റെ മതേതര അവബോധം എന്ന വിഷയത്തിൽ പ്രതിഭാ ഗ്രന്ഥാലയത്തിൽ റിപ്പബ്ലിക് സദസ്സിൻ്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരോഗമനാശയങ്ങൾ പലതും ദയനീയമായി പിന്നോട്ടടിക്കുന്ന കാഴ്ചയാണ് ഈ അടുത്ത കാലത്തായി കേരളത്തിൽ കാണുന്നത്. ഇതിനെതിരെ കടുത്ത ജാഗ്രതയാണ് പുരോഗമന ശക്തികൾ പുലർത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ പോയി കാണാൻ തന്നാണ് എന്തൊരു ഭാഗ്യമായിരുന്നു. ആ സോവിയറ്റ് യൂണിയൻ കൂടി ഇല്ലാതായതോടുകൂടി എന്ത് സംഭവിക്കുന്നു? നമ്മൾ വിളിച്ചിരുന്ന മുദ്രാവാക്യമുണ്ട്. അപ്പോൾ ആ മുദ്രാവാക്യം ഒരു കോടതി കേസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളത്തിൽ ചർച്ചാ വിഷയമായി. മുദ്രാവാക്യം എന്തായിരുന്നു? മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന മുദ്രാവാക്യം. അത് അക്കാലത്ത് 1970കളിലും 80കളിലുമൊക്കെ നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ വിളിച്ച മുദ്രാവാക്യമാണ്. കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥികളും യുവജനങ്ങളും വിളിച്ച മുദ്രാവാക്യമാണ്. ഗ്രന്ഥാലയം പ്രസിഡന്റ് എം ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. എ വി സുധാകരൻ മോഡറേറ്ററായി. ഗ്രന്ഥാലയം സെക്രട്ടറി എ ഹരിദാസൻ, പി ടി വിശ്വനാഥൻ, ബാലകൃഷ്ണ മണ്ണക്കോട്, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.